ഹലോ നമസ്കാരം, വെൽക്കം ടു ഈ പഠിപ്പുര. എൻ്റെ പേര് റിൻറ്റു സെബാസ്റ്റ്യൻ. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും LDCയുടെ ഇംഗ്ലീഷ് PYQ സീരീസുമായിട്ട് വന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ 9ാമത്തെ വീഡിയോ ആണ്. നമ്മൾ ഇതുവരെ ചെയ്ത 8 വീഡിയോസ് പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ കാണുക. നമ്മൾ പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് PYQ സീരീസ് ആയിട്ട് പോവുകയാണ്. ഇംഗ്ലീഷിലെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതിനെപ്പറ്റി അനലൈസ് ചെയ്യുന്നു. അതിൽ ഡീറ്റെയിൽ ആയ കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് നോക്കുകയാണ്. ഗ്രാമർ പാർട്ടും വൊക്കാബുലറി പാർട്ടും ഒരുപോലെ നമ്മൾ ഡിസ്കസ് ചെയ്തുവിടാണ്. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ 2023 വുമൻ കോൺസ്റ്റബിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് എന്നൊക്കെ നോക്കാം. അപ്പോൾ വരാൻ പോകുന്ന LDCക്ക് വേണ്ടി നമുക്ക് നന്നായി പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കിയേ, വൊക്കാബുലറിലെ ചോദ്യമാണ്. ഫെമിനിൻ ഫോം ഓഫ് ബാച്ചുലർ. വേറെ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു ചോദ്യം തന്നെയത്. ബാച്ചുലറിന്റെ ഫെമിനിൻ ഫോം എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ബാച്ചുലർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ക്രോണിക് ബാച്ചുലർ സിനിമ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ബാച്ചുലർ എന്ന് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരൻ എന്ന അർത്ഥത്തിലാണ് ബാച്ചുലർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കണം അവിടെ അതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം അല്ലെ. അതിന്റെ അർത്ഥമല്ല നമുക്ക് വേണ്ട, ഫെമിനിൻ ഫോമാണ് വേണ്ട, ഫെമിനിൻ ഫോം. അപ്പോൾ ഫെമിനിൻ ഫോം ഏത് വരും? മെയ്ഡ് ആണോ, വിഡോ ആണോ, സ്പിൻസ്റ്റർ ആണോ, ലേഡി ആണോ? അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ അവിവാഹിതയായ ചെറുപ്പക്കാരി എന്നുള്ളത് വേണം അല്ലെ. സ്ത്രീ, അവിവാഹിതയായിട്ട് സ്ത്രീ, അത് വേണം. അപ്പോൾ സ്പിൻസ്റ്റർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമുക്ക് ഫെമിനിൻ ജെൻഡറിലെ ചോദ്യമാണ്, നൗൺ ഭാഗത്തെ ജെൻഡറിലെ ചോദ്യമായിരുന്നു. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഒരു പുതുമയായിട്ട് നമുക്ക് കൂട്ടണ്ട, നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, ഓർത്തിരിക്കാം കേട്ടോ. അതുപോലത്തെ ക്വസ്റ്റൻസ്, ജെൻഡറിലെ ക്വസ്റ്റൻസ് ഒക്കെ ഓർന്ന് ഓർക്കുക. ആനിമൽസിന്റെ കാര്യത്തിലായാലും മനുഷ്യന്മാരുടെ കാര്യത്തിലായാലും ഒക്കെ ഒന്ന് ഓർത്തിരിക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. മൈ ഗ്രാൻഡ് പേരൻസ് യൂസ് ടു ഗിവ് മീ എ ലോട്ട് ഓഫ് സഗേഷ്യസ് അഡ്വൈസ്. സഗേഷ്യസ് എന്ന വാക്ക് ഒരുപാട് എക്സാമിന് നമ്മൾ കേട്ട് പരിചയമായിട്ടുള്ള ഒരു വാക്കാണ് സഗേഷ്യസ് എന്ന വാക്ക്. സഗേഷ്യസ് എന്ന വാക്ക് ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു യൂസേജ് ആണ് കേട്ടോ. അപ്പം ഈ വാക്കിന്റെ സിനണിമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അല്ല സോറി, ആന്റണിമാണ് ചോദിച്ചത്. ആന്റണിം, ഓപ്പോസിറ്റ് മീനിങ് വേർഡ്. സഗേഷ്യസ് എന്നതിന്റെ സിനണിമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് വാക്കുകൾ നമുക്ക് ഒന്ന് അറിഞ്ഞിരിക്കാം. നമുക്ക് സഗേഷ്യസ് എന്ന വാക്കുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ജുഡീഷ്യസ് ആയിട്ടുള്ള അല്ലേ, നല്ല ചിന്തിച്ച് പ്രവർത്തിച്ച് അല്ലെ, ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ നോക്കുന്ന ജുഡീഷ്യസ് ആയിട്ടുള്ള, പ്രുഡന്റ് ആയിട്ടുള്ള അല്ലെ. പ്രുഡന്റ് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഞാനത് പറയുന്നില്ല. വൈസ് അല്ലെ, ജ്ഞാനമുള്ള എന്നൊക്കെ നമ്മൾ പറയും. അതാണ് സഗേഷ്യസ്. അപ്പോൾ സഗേഷ്യസ് ആയ ഒരു വ്യക്തിയാണ് നമ്മൾ സേജ്, ജ്ഞാനി എന്നൊക്കെ വിളിക്കുന്നത്. സേജ് സഗേഷ്യസ് കണക്കായിട്ട് ഓർക്കുക. സഗേഷ്യസ് അഡ്ജക്റ്റീവ് ആണ്, സേജ് എന്ന് പറയുന്നത് നൗണുമാണ്. അപ്പോൾ നോക്കിയാൽ വൈസ് ഉണ്ട്, മീനിങ് ആണ്. അപ്പോൾ വൈസ് ഇവിടെ നമുക്കറിയാം സിനണിമാണ്. പ്രുഡന്റും ഞാൻ പറഞ്ഞു സിനണിമാണ്. അപ്പോൾ ഇവിടെ വൈസ് ഉള്ളതുകൊണ്ട് ഞാൻ ഈ വൈസ് അങ്ങ് റബ്ബ് ചെയ്തേക്കാം. പിന്നെ ഇൻസൈറ്റ്ഫുൾ, ഇൻസൈറ്റോടെ ചിന്തിച്ച് അല്ലെ, ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കുന്നതും ഇൻസൈറ്റ്ഫുൾ. പോസിറ്റീവ് മീനിങ് വേർഡാ. നെഗറ്റീവ് മീനിങ് വേർഡ് ഇവിടെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഏതാ? ഫൂളിഷ് മാത്രമേ ഉള്ളൂ അല്ലെ. വയസ്സല്ലാത്ത ഒരാൾ ഫൂളിഷ് ആണ് അല്ലെ, അത് തന്നെ. അപ്പൊ ആൻസർ എന്താ? സഗേഷ്യസിന്റെ ആന്റണിം ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഫൂളിഷ് ആണ് എന്ന് പറയാം കേട്ടോ. ഇംപ്രുഡന്റ് ഒക്കെ വന്നാലും അത് കറക്റ്റ് ആണ് കേട്ടോ. ഇംപ്രുഡന്റ് അതുപോലെ തന്നെയാണ്, നെഗറ്റീവ് മീനിങ് ആണ്. പ്രുഡന്റ് ഓപ്പോസിറ്റ് ഇംപ്രുഡന്റ്. സോ അങ്ങനെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. കൺവേർട്ട് ദ അസേർട്ടീവ് സെന്റൻസ് ഇൻ ടു ഇൻട്രിഗേറ്റീവ് ഫോം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ഇവിടെ കൊടുത്തിരിക്കുന്നത് അസേർട്ടീവ് സെന്റൻസ് ആണ്. അസേർട്ടീവ് സെന്റൻസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ഈ സ്റ്റേറ്റ്മെന്റിനെ ഇൻട്രിഗേറ്റീവ് സെന്റൻസ് ആക്കി മാറ്റാം. അപ്പൊ ഇൻട്രിഗേറ്റീവ് സെന്റൻസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ചോദ്യമാക്കി മാറ്റുക എന്നുള്ളതാണ് അല്ലെ. ചോദ്യത്തിന്റെ ഫോർമാറ്റ് എന്താ നമുക്കറിയാം. WH വേർഡ് ആണെങ്കിൽ ആദ്യം WH വേർഡ് വരും, ശേഷം ഓക്സിലറി വെർബ്. WH വേർഡ് ആണെങ്കിൽ അല്ലെ, WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ WH ആദ്യം, WH വേർഡ്, ശേഷം ഓക്സിലറി വെർബ്, ശേഷം സബ്ജക്റ്റ്, ശേഷം മെയിൻ വെർബ്. ഇതാണ് ക്വസ്റ്റ്യന്റെ ഒരു ഫോർമാറ്റ്. സ്റ്റേറ്റ്മെന്റ് ആകുമ്പോൾ സബ്ജക്റ്റ്, ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ ഓക്സിലറി വെർബ്, ശേഷം മെയിൻ വെർബ് ഉണ്ടെങ്കിൽ മെയിൻ വെർബ്, പിന്നെ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റ്. അതെ, യെസ് ദേ സ്പീക്ക് ഇംഗ്ലീഷ്. ഇതാണ് നമ്മുടെ സെന്റൻസ്. നോക്കിയേ, യെസ് ദേ സ്പീക്ക് ഇംഗ്ലീഷ് എന്നുള്ളതാണ് സെന്റൻസ്. ഓക്കെ. അപ്പോൾ യെസ് ദേ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്നതിനെ നിങ്ങൾ ഇൻട്രിഗേറ്റീവ് ആക്കി മാറ്റുമ്പോൾ എന്ത് ചെയ്യണം? സബ്ജക്റ്റ് ഏതാ നോക്കിയേ? ദേ ആണ്. അപ്പോൾ ഉറപ്പായിട്ടും ആ സബ്ജക്റ്റ് അത് തന്നെ വരുള്ളൂ. ദേ എന്നുള്ളതാണ് ഇവിടെ എല്ലായിടത്തും വന്നിരിക്കുന്നത്. വാട്ട് ദേ സ്പീക്ക്, ഡു ദേ സ്പീക്ക് ഫ്രഞ്ച്, ഡസ് ദേ സ്പീക്ക് ഫ്രഞ്ച്, ഹൗ ദേ സ്പീക്ക് ഫ്രഞ്ച്. ഹൗ എന്ന് കൊടുത്തിട്ട് ഓക്സിലറി വെർബ് ഇവിടെ ഇല്ല. ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ നമ്മൾ അവിടെ നെഗറ്റീവ് ആണ് കേട്ടോ. അവിടെ ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം. ഡസ് ദേ സ്പീക്ക് ഒരിക്കലും പറയും, ഡസ് ഒരിക്കലും ദേയുടെ കൂടെ കൊടുക്കില്ല, അപ്പോൾ അതും കട്ട് ചെയ്യും. രണ്ട് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ദേ എന്ന് പറയുന്ന പ്ലൂറൽ ആയതുകൊണ്ട് ഡസ് എന്ന സിംഗുലർ ഒരിക്കലും വരില്ല, അത് കട്ട് ചെയ്ത് കളയാം. ഹൗ ദേ സ്പീക്കിൽ ഓക്സിലറി വെർബിന്റെ ഇല്ലാത്തതുകൊണ്ട് നമുക്കവിടെ അതും കട്ട് ചെയ്ത് കളയാം. പിന്നെ നിങ്ങൾക്ക് വാട്ട് ദേ സ്പീക്ക് ഉണ്ട്. വാട്ട് ദേ സ്പീക്കിലും എന്തില്ല? ഓക്സിലറി വെർബില്ല, അപ്പോൾ അതും കട്ട് ചെയ്ത് കളയാം. എലിമിനേറ്റ് ചെയ്തപ്പോൾ പിന്നെ ഏതാ ഉള്ളത്? ഡു ദേ സ്പീക്ക് ഫ്രഞ്ച് വന്നു.
അപ്പോൾ ഡു ദേ സ്പീക്ക് ഫ്രഞ്ച് നമ്മുടെ ആൻസർ വരാനുള്ള കാരണം എന്താ? സ്പീക്ക് എന്ന വെർബിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് എങ്ങനെ കിട്ടുക? ഡു പ്ലസ് സ്പീക്ക് ആണ് അല്ലേ? അപ്പൊ നമുക്ക് അവിടെ ഡമ്മി ഓക്സിലറി ഏതാന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ ഡമ്മി ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഓക്സിലറി വെർബ് ഡു ആണ്. ഡു പ്ലസ് സ്പീക്ക് ആണ് സ്പീക്ക്. അതുകൊണ്ട് തന്നെ ഡു ദേ സ്പീക്ക്, ദേയുടെ കൂടെ പ്ലൂറൽ ഡു ദേ സ്പീക്ക് ഫ്രഞ്ച് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരിക. നോക്കുക, സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് കൊടുത്തേക്കുന്ന സ്റ്റേറ്റ്മെന്റ് സബ്ജക്റ്റ് ശേഷം വെർബ് ഉണ്ടെങ്കിൽ വെർബ്, ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ ഓക്സിലറി വെർബ് ആദ്യം, ശേഷം മെയിൻ വെർബ്, പിന്നെ ഒബ്ജക്റ്റ്, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അത് നമ്മൾ ക്വസ്റ്റ്യൻ ആയി മാറ്റുമ്പോൾ WH വേർഡ് ആണെങ്കിൽ WH വേർഡ്, അല്ലെങ്കിൽ ഏതാണ് ഓക്സിലറി വെർബ്, അപ്പോൾ ഓക്സിലറി വെർബ് ശേഷം സബ്ജക്റ്റ് പിന്നെ മെയിൻ വെർബ്. അതാണ് ഇന്ററോഗേറ്റീവ് സെന്റൻസിന്റെ ഒരു സ്ട്രക്ചർ. അപ്പോൾ ആ സ്ട്രക്ചർ അനുസരിച്ച് വരുന്നതിൽ കറക്റ്റ് ഓക്സിലറി വെർബ് ആണ്. ഓക്സിലറി വെർബ് മാറാൻ പാടില്ല. ഏത് ഓക്സിലറി വെർബിലാണോ സെന്റൻസ് കൊടുത്തിരിക്കുന്നത് അതേ ഓക്സിലറി വെർബിലായിരിക്കണം ക്വസ്റ്റ്യനും കൊടുക്കാനും. മാറാൻ പാടില്ല. ഓക്സിലറി വെർബ് തമ്മിൽ മാറ്റം വരാൻ പാടില്ല. അതൊന്ന് ശ്രദ്ധിച്ചോളൂ. അത് മാത്രമേ നിങ്ങൾ ഇന്റർഗേറ്റീവ് അസേർട്ടീവ് ഇന്റർഗേറ്റീവ് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ? ക്വസ്റ്റ്യൻ ടാഗാ ചോദിച്ചിരിക്കുന്നത്. നോ വൺ വാസ് ഇൻജോർഡ് ഇൻ ദ ആക്സിഡന്റ്. നമുക്കറിയാം അല്ലെ, നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റ് തന്നെയാണ്. നമ്മളോട് നെഗറ്റീവ്സ് ആണ് നമുക്ക് സെന്റൻസ് എങ്കിൽ പോസിറ്റീവ് ആയിരിക്കും ടാഗ് എന്ന് നമുക്കറിയാം. നമ്മൾ ഒരുപാട് തവണ കേട്ടുള്ള ഒരു കാര്യമാണ്. ടാഗ് പോസിറ്റീവ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അല്ലെ. നെഗറ്റീവാ കാര്യം എന്തുകൊണ്ടാ? നോ വൺ വാസ് ഇൻജോർഡ്. അതിന്റെ അർത്ഥം എന്താ? ആരും ഇഞ്ചുറി ചെയ്യപ്പെട്ടിട്ടില്ല. നോ വൺ നെഗറ്റീവ് വേർഡ് അല്ലേ? നോ വൺ നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ നെഗറ്റീവ് സെന്റൻസ് ആണ്, ആരും ഇഞ്ചുറി ചെയ്തിട്ടില്ല എന്ന് പറയും. അപ്പോൾ നോ വൺ, സം വൺ, ഞാൻ എന്താണ് പറഞ്ഞിട്ടുണ്ടല്ലോ, സം വൺ, സംബഡി അല്ലെ, സം വൺ, സംബഡി, എനിബഡി അല്ലെ. ബഡി വാക്കുകൾ അല്ലെങ്കിൽ വൺ വാക്കുകൾ തോർത്താൽ മതി. വണ്ണിൽ അവസാനിക്കുന്നതോ അല്ലെങ്കിൽ ബഡി എന്നതിൽ അവസാനിക്കുന്നതോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട സബ്ജക്റ്റീവ് പ്രോനൗൺ ഏതാ? സബ്ജക്റ്റീവ് പ്രോനൗൺ ഏതാ? നമ്മൾ അങ്ങനെ വന്നാൽ കൊടുക്കേണ്ടത് ദേ എന്നുള്ള പ്രോനൗണെ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. നിർബന്ധമായിട്ട് എടുത്തിരിക്കുക. അപ്പൊ ദേയാ, ദേ എന്ന് പറയുന്നത് പ്ലൂറല. ദേയുടെ കൂടെ ഒരിക്കലും വോസ് ഹി വരില്ല അല്ലെ. ദേയുടെ കൂടെ ഒരിക്കലും വോസ് വരില്ല, അത് വേറെ കാര്യം. പിന്നെ നമ്മളൊരിക്കലും ഇവിടെ ദേ വരണമെന്ന് നിർബന്ധമാണ്. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുന്ന ഓപ്ഷൻ ഏതാ? വോസ് ഹി കളയാം. പിന്നെ നോ വൺ വാസ് ഇൻജോർഡ്, ആരും ഇഞ്ചുറി ചെയ്തിട്ടില്ല. ഓക്സിലറി വെർബ് ആയിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഏതാ നോക്കിക്കേ. നമ്മൾ ഓക്സിലറി വെർബ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വോസ അല്ലെ, ഓക്സിലറി വെർബ് ആയിട്ടുള്ള വോസ. അപ്പോൾ ഇവിടെ നമുക്ക് വേർതെ ഓക്കെ പോസിബിൾ ആണ്. വുഡ് ഒരിക്കലും വരില്ലല്ലോ അല്ലെ. ഒരു മോഡൽ ഓക്സിലറി വെർബ് ചാടിക്കറി വരേണ്ട അവിടെ കാര്യമില്ല. അകപ്പാട് നമുക്ക് ഡിഡിന്റെ വരില്ല, നെഗറ്റീവ് ടാഗ് പോസിറ്റീവ് ആയിരിക്കണം, അതുകൊണ്ട് അതും കട്ട് ചെയ്ത് കളയാം. പോയിട്ട് വന്നിട്ട് നമുക്ക് ഓപ്ഷനായിട്ട് ഏതാ ഉള്ളത്? നമുക്ക് ഓപ്ഷനായിട്ടുള്ളത് ആകെ വേർതെയാണ്. എന്തുകൊണ്ടാണ് വേർതെ വന്നത്? ഓക്സിലറി വെർബ് നോക്കിയേ, വോസോ വേറോ അല്ലെ. വോസ് അല്ലെങ്കിൽ വേറെ വരണം. വേറെ ദേ പ്രോണൗൺ വന്ന് ഉറപ്പായിട്ടും പ്ലൂറൽ ആയതുകൊണ്ട് വേറെ വരാൻ പറ്റുള്ളൂ. നോ വൺ ഒക്കെ സിംഗിൾ, നോ വൺ, സം വൺ, ഏത് വൺ വാക്കുകളും ഏത് ബഡി വാക്കുകളും വന്നാൽ സിംഗിളറാണ്. അപ്പൊ അതിനോട് വോസേ വരുള്ളൂ ഒബ്വിയസ്ലി. പക്ഷെ ടാഗ് വരുമ്പോൾ ദേ വരുന്നത് അല്ലേ. അപ്പൊ ദേയുടെ കൂടെ നമുക്ക് വേറെല്ലാം കൊടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് വേറെ. ദാറ്റ്സ് ദി ആൻസർ. ഓർത്തോണം, ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. കാര്യം നമ്മൾ എല്ലാ ഇതിൽ 4 ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ PYQ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ പുതുക്കാറുണ്ട്. അതുകൊണ്ട് അതിൽ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുന്നു എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ. അടുത്ത നോക്കിയേ. ട്രാവൽ വിൽ അക്വൈൻറ്റ് യു ഡാഷ് ന്യൂ കസ്റ്റംസ്. യാത്രകൾ നിങ്ങളെ അക്വൈൻറ്റ് ചെയ്യും, പരിചയപ്പെടുത്താൻ. അക്വൈൻറ്റൻസ് പറഞ്ഞാൽ പരിചയക്കാരൻ അല്ലെ. അക്വൈൻറ്റ് ചെയ്യുക, പരിചയപ്പെടുത്താം. അപ്പോൾ നിങ്ങൾ ട്രാവൽ എന്ത് അക്വൈൻറ്റ് ചെയ്യും എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോൾ ഇവിടെ നിങ്ങൾ അറിയേണ്ടത് ഫിക്സഡ് പ്രൊപ്പോസിഷനിലെ ചോദ്യം ഇത്. അപ്പോൾ ഫിക്സ്ഡ് ആയിട്ടൊരു പ്രൊപ്പോസിഷൻ ഇവിടെ ഉണ്ടാവും. ഇന്നതിന്റെ ഫിക്സഡ് പ്രൊപ്പോസിഷൻ എന്താണ് നമുക്കത് അറിഞ്ഞാൽ മതി. ഫിക്സഡ് പ്രൊപ്പോസിഷൻ ഏതായിരിക്കും ഇവിടുത്തെ ഫിക്സഡ് പ്രൊപ്പോസിഷൻ? കൊടുത്തേക്കുന്ന വെർബ് നോക്കിയേ, അക്വൈൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഫിക്സഡ് പ്രൊപ്പോസലിലെ ചോദ്യമാണ്. ചോദിച്ചിരിക്കുന്ന വെർബ് നോക്കിയേ, വെർബ് ഇതാണ്, അക്വൈൻറ്റ് എന്ന വെർബാണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം അക്വൈൻറ്റിന്റെ കൂടെ കൊടുക്കുന്ന ഫിക്സ്ഡ് ആയ പ്രൊപ്പോസിഷൻ ഏതാ. അക്വൈൻറ്റിന്റെ കൂടെ ഫിക്സ്ഡ് ആയിട്ട് കൊടുക്കുന്നതാണ് വിത്ത്. കേട്ടോ, മറക്കണ്ട, വേറെ ഒന്നും നോക്കണ്ട. ഫിക്സഡ് പ്രൊപ്പോസിഷൻ നമ്മുടെ ലോജിക്ക് ഒന്നും നോക്കരുത്, അത് അസൈൻ ചെയ്തിരിക്കുക. നമ്മൾ ഇന്നതിന്റെ കൂടെ ഇന്നത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ നിർബന്ധം. നമ്മൾ അബൈഡ് ബൈ അല്ലെ, നമ്മൾ പറഞ്ഞിട്ട് കംപ്ലൈ വിത്ത് ഒക്കെ നമ്മൾ പറയില്ലേ. അതുപോലെ അബൈഡിന്റെ കൂടെ ബൈ ആണെങ്കിൽ അഡ്ഹിയറിന്റെ കൂടെ ടു ആണ്, കംപ്ലൈയുടെ കൂടെ വിത്ത് ആണ്. അതുപോലെ തന്നെ അക്വൈൻറ്റിന്റെ കൂടെ വിത്ത് ആണ്. ദാറ്റ്സ് ഇറ്റ്, ആൻസർ ഇതാണ്. ഓക്കെ, പ്രൊഹിബിറ്റ് ഫ്രം, പ്രിസ്ക്രൈബ് ഫ്രം ഒക്കെ അല്ലേ. അതുപോലെ ഫിക്സഡ് പ്രൊപ്പോസിഷൻസ് ഉണ്ട് നമ്മൾ ഇന്നതിന്റെ കൂടെ. അക്വൈൻറ്റിന്റെ കൂടെ ഫിക്സഡ് പ്രൊപ്പോസിഷൻ ആണ് ടു അല്ലെ, സോറി വിത്ത്, സോറി അത് അറിയാതായിരുന്നു കേട്ടോ. വിത്ത് മറക്കണ്ട കേട്ടോ. അപ്പൊ ഡി ആണ് ആൻസർ. ടു അല്ല, ഓൺ അല്ല, അബൌട്ട് അല്ല, വിത്ത് ആണ് ആൻസർ. അടുത്ത് നോക്കിയേ, ദ ബ്രിഡ്ജ് കോഴ്സ്. ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, എന്താ, നടുക്ക് അല്ലെ, രണ്ട് കാര്യത്തിനെ ബ്രിഡ്ജ് ചെയ്യുന്ന, തമ്മിൽ കൂട്ടിച്ചേർക്കുന്ന എന്നാണ് ബ്രിഡ്ജ് കോഴ്സ്. ബ്രിഡ്ജ് കോഴ്സ് നമ്മൾ ചെയ്യുന്ന രണ്ട് കാര്യത്തിനെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഉപയോഗിക്കുക. അപ്പൊ നമ്മുടെ നോളജിനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ബ്രിഡ്ജ് കോഴ്സ്. ബ്രിഡ്ജ് കോഴ്സ് ഒരു പോസിറ്റീവ് സാധനമാണ്, എപ്പോഴും ആലോചിച്ചോളൂ. ബ്രിഡ്ജ് കോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പോസിറ്റീവ് ആയ ഒരു കാര്യമാണ്, എന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സംതിങ് ദാറ്റ് ഈസ് ബെനിഫിഷ്യൽ അല്ലെ, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ബ്രിഡ്ജ് കോഴ്സ്. ഗിവ്സ് ദ സ്റ്റുഡൻസിന് എന്ത് കൊടുക്കും? ഡാഷ് ഇൻ ദ ഫോളോയിങ് അക്കാഡമിക് ഇയർ. ഇവിടെ നമുക്കറിയാം ഹാൻഡ്സ് ഓൺ, അതുപോലെ തന്നെ
40 wings, brain drain, leg up. ഇവിടെ കൊടുത്തിരിക്കുന്ന ഇഡിയംസ് ഇതെല്ലാം ഇഡിയമാണ്, ഏറ്റവും പ്രോപ്പറായ ഇഡിയമാണ് നമുക്ക് ഇവിടെ വേണ്ടത് അല്ലേ. ഇഡിയത്തിലെ ചോദ്യമാണ്. അപ്പോൾ ഓരോ ഇഡിയത്തിന്റെ മീനിങ് നമുക്ക് നോക്കാം. എന്താണ് അല്ലേ, ഓരോത്തിന്റെ മീനിങ് നമുക്ക് നോക്കണം. എന്താണ് ഹാൻഡ്സ് ഓൺ, എന്താണ്, അതുപോലെ തന്നെ എന്താണ് 40 വിങ്സ്, അതുപോലെ തന്നെ എന്താണ് ബ്രെയിൻ ഡ്രെയിൻ, അതാണ് എന്താണ് ലെഗ് അപ്പ് നോക്കാം. ഓക്കെ, അപ്പോൾ ഓരോ മീനിങ് എടുത്ത് പറയാം. 40 വിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് സ്ലീപ്പ് ആട്ടോ. നമ്മൾ ഒരു മയക്കം ഡ്യൂറിങ് ഡേ ടൈമിൽ നമ്മൾ ഒരു ചെറിയ മയക്കം നാപ്പ് എടുക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക 40 വിങ്സ് എന്ന് പറയാം കേട്ടോ. ലെഗ് അപ്പ് എന്ന് പറഞ്ഞാൽ അഡ്വാൻറ്റേജ്, ഒരു അഡ്വാൻറ്റേജാ, ഒരു ബെനിഫിറ്റാ, അഡ്വാൻറ്റേജ്. നമ്മളൊരു ഡിഫിക്കൽട്ടായ ഒരു കാര്യത്തിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അഡ്വാൻറ്റേജ്, അതാണ് ലെഗ് അപ്പ് എന്ന് പറയാം. ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് എല്ലാം എന്ത് ചെയ്യാണ്, നാട് വിട്ടു പോവാണ് അല്ലേ. ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ അതാ, നമ്മുടെ നാട് വിട്ടു പോകുന്ന എന്താ പറയുക ട്രെയിൻഡ് പ്രൊഫഷണൽസ്, ഇമിഗ്രേഷൻ ഓഫ് ട്രെയിൻ പ്രൊഫഷണൽസ് ടു അനദർ കൺട്രി അല്ലേ. എമിഗ്രേഷൻ, എക്സിറ്റ് ചെയ്ത് പോവാണ്, അതാണ് എമിഗ്രേഷൻ. അവർ കൺട്രി വിട്ടു പോവാണ്, അതാണ് എമിഗ്രേറ്റ് ചെയ്യുക എന്ന് പറയാം. എമിഗ്രേഷൻ ഓഫ് ട്രെയിൻ പ്രൊഫഷണൽസ്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ട്രെയിൻ പ്രൊഫഷണൽസ് ഒക്കെ ഇവിടെ നാട് വിട്ട് വേറെ നാട്ടിലോട്ട് പോകുമ്പോൾ ആ നാടിന് വരുന്ന ഒരു നഷ്ടമാണ് ബ്രെയിൻ ഡ്രെയിൻ ആയി പോകുന്നു. ആ ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ഇവിടെ വിട്ടു പോകുമ്പോൾ നമ്മുടെ നാടിന് നഷ്ടം വരുന്നത്, അതാണ് ബ്രെയിൻ ഡ്രെയിൻ. ആൻഡ് ഹാൻഡ്സ് ഓൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് നേരിട്ടുള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിനെയാണ് നമ്മൾ എന്താ പറയുക, ഡയറക്റ്റ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിന് നമ്മൾ പറയുന്ന പേരാണ് ഹാൻഡ്സ് ഓൺ. ഡയറക്റ്റ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ, നമ്മൾ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മളായിട്ട് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു കാര്യത്തിനാണ് ഹാൻഡ്സ് ഓൺ എന്ന് പറയാം. സോ അതൊരു ഡയറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് കിട്ടുന്ന ഒരു സാധനം, അതുകൊണ്ടാണ് നമ്മൾ അതിനെ പറഞ്ഞത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് പോലെ. അപ്പോൾ ഇവിടെ നോക്കി ഏത് മീനിങ് കറക്റ്റായിട്ട് വരാം, എല്ലാത്തിനും മീനിങ് എഴുതി വെച്ചിട്ടുണ്ട്, ഓർത്ത് വെച്ചോ. സ്ക്രീൻഷോട്ട് വേണ്ടവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവേ. ബ്രിഡ്ജ് കോഴ്സ് ഗിവ്സ് സ്റ്റുഡൻസ് a direct practical experience in the following academic year, അല്ലെങ്കിൽ a short slip during the day in the following academic year, അല്ലെങ്കിൽ emigration of trained professionals during in the following academic year, അല്ലെങ്കിൽ advantage in the following academic year. ആലോചിച്ച് നോക്കുക, എന്താ ഇവിടെ വരിക ആൻസർ? അഡ്വാൻറ്റേജ് അല്ലേ. ഒരു ബ്രിഡ്ജ് കോഴ്സ് എപ്പോഴും എന്താ ഒരു ബെനിഫിറ്റാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് അല്ലേ, മറ്റു കുട്ടികൾക്ക് എപ്പോഴും ഒരു ബെനിഫിറ്റ് കൊടുക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആൻസർ ഡി തന്നെ വരണം, അഡ്വാൻറ്റേജ് അല്ലേ, ലെഗ് അപ്പ്, അഡ്വാൻറ്റേജ് അത് തന്നെ. സോ ലെഗ് അപ്പ് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഫോറിൻ വേർഡ്സിൽ നിന്ന്, ഫോറിൻ ഫ്രേസസിൽ നിന്ന്. നോക്കിയേ, വി ആർ ഓഫ് ഒപ്പീനിയൻ ദാറ്റ് ഹീസ് ഇൻവോൾവ് ഇൻ ദ ഫ്രോഡ് ഡാഷ് വി ആർ ഓഫ് ദ ഒപ്പീനിയൻ. അപ്പോൾ എന്തോ ഒരു ആ ഒരു ഫ്രേസ് കഴിഞ്ഞിട്ടാണ് ഇന്നത്. പ്രൊബോണോ, പ്രമഫേഷ്യ, എക്സ് ഗ്രാഷ്യ, സ്റ്റേറ്റസ് കോ. ഇവിടെ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, എന്താണ് പ്രൊബോണോ എന്ന് പറഞ്ഞാൽ. പ്രൊബോണോ ഫ്രീ ഓഫ് ചാർജ് ആണ്. അതായത് പ്രൊബോണോ എന്ന് പറഞ്ഞാൽ ഫ്രീ ഓഫ് ചാർജ്, നമുക്ക് ചാർജ് ചെയ്യപ്പെടാത്തൊരു കാര്യമാണ്. ഫ്രീ ആയിട്ട് ഗവൺമെൻറ് ലീഗലായിട്ട് ഫ്രീ ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്തു കൊടുക്കുന്നു, ഫ്രീ ഓഫ് ചാർജ് ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ എന്ത് പറയുക, ചാർജ് ഒന്നും മേടിക്കാതെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു ലീഗൽ, എസ്പെഷ്യലി ലീഗൽ അഡ്വൈസ് ഒക്കെ കേട്ടോ. നമ്മൾ പ്രൊബോണോ കേസ് എടുക്കുക എന്ന് പറഞ്ഞാൽ ലീഗൽ ഒരു കേസ് എടുക്കുകയാണ്, പക്ഷേ ഫ്രീ ആയിട്ട്, പൈസ ഇല്ലാത്തവർക്ക് ഫ്രീ ആയിട്ട് ചാർജ് ചെയ്തു കൊടുക്കുന്ന കാര്യത്തിനൊക്കെ പ്രൊബോണോ എന്ന് പറയും. എക്സ് ഗ്രാഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈ ഫേവർ, പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, ഒരു ഫേവറായിട്ട് നമുക്ക് ഒരാൾക്കൊരു നല്ല നടന്നോട്ടെ എന്ന് വിചാരിച്ചവർക്ക് ഫേവർ ചെയ്തു കൊടുക്കുകയാണ്, ബൈ ഫേവർ. അതാണ് ബൈ ഫേവർ, ഇൻ ഫേവർ ഓഫ് സമ്മൺ, അങ്ങനെ ഒരു അർത്ഥത്തിലാണ് ഫേവറായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യത്തിന് എക്സ് ഗ്രാഷ്യ എന്ന് പറയാം. പ്രമഫേഷ്യ എന്ന് പറഞ്ഞാൽ ഇൻ ദ ഫസ്റ്റ് സൈറ്റ് അല്ലെ, അറ്റ് ദ ഫസ്റ്റ് സൈറ്റ്, പ്രഥമ ദൃഷ്ട്യ എന്ന് പറയാം. സ്റ്റേറ്റസ് കോ എന്ന് പറഞ്ഞാൽ ഇൻ ദ കറണ്ട് സിനേരിയോ, ഇൻ ദ സിറ്റുവേഷൻ അല്ലേ, ഈ ഒരു കറണ്ട് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്, അങ്ങനെ കൊടുക്കാം, കറണ്ട് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്, ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യങ്ങൾ, ഇപ്പോഴത്തെ അവസ്ഥ, അതാണ് പറയുന്നത്. മറ്റേത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, സോറി, മറ്റേ നമ്മൾ പറഞ്ഞ പോലെ അല്ലേ, അറ്റ് ദ ഫസ്റ്റ് സൈറ്റ്. ഓക്കെ, അത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഫ്രീ ഓഫ് ചാർജ് വി ആർ ഓൺ ദ ഒപ്പീനിയൻ എന്നാണോ, അല്ലെങ്കിൽ ബൈ ഫേവർ ആരുടെയും സഹായത്താൽ എന്നാണ് നടത്തണം, അല്ലെങ്കിൽ കറണ്ട് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് അനുസരിച്ച്, അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ട്യ ഞങ്ങളുടെ ഒപ്പീനിയൻ ആണ് ഇയാൾ ഫ്രോഡിൽ ഏർപ്പെട്ടിരുന്നു എന്നാണ് പ്രഥമ ദൃഷ്ട്യ അല്ലേ. അതാണ് കേസിനെ പറ്റിയൊക്കെ പറയുമ്പോൾ പ്രഥമ ദൃഷ്ട്യ ഞങ്ങൾക്ക് മനസ്സിലാക്കി അനുമാനിക്കുന്നത് ഇങ്ങനെയാണ് എന്നല്ലേ. അപ്പോൾ ആൻസർ prima facie we are of the opinion that he is involved in the fraud എന്നാണ് കേട്ടോ. അതാണ് ഇവിടുത്തെ ആൻസർ വരിക. ഫോറിൻ ഫ്രേസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിട്ടോളൂ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വുഡ് യു ലൈക്ക് ടു ജോയിൻ അവർ ഡ്രാമ ഗ്രൂപ്പ്? ഞങ്ങളുടെ ഡ്രാമ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ആൻ ആസ്മി, ആൻ എന്നോട് ചോദിച്ചു. അപ്പോൾ ഇവിടെ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇൻഡയറക്റ്റ് സ്പീച്ചാണ് ഇവിടെ കൊടുത്തേക്കുന്ന ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് നോക്കിയാൽ മതി? ഇൻഡയറക്റ്റ് സ്പീച്ച് നോക്കിയാൽ മതി. സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച് എല്ലാം വേണ്ട കാര്യമില്ലല്ലോ അല്ലേ. ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞിവിടെ കൊടുത്താൽ കംപ്ലീറ്റിലോട്ട് വരും. അപ്പോൾ എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ ഓക്കെ യെസ് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് വരാം. അപ്പോൾ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് നോക്കാം. നമുക്കറിയാം ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് വരുമ്പോൾ മാറ്റങ്ങൾ എന്തിലൊക്കെ വരും. നമ്മൾ ഒരു കാര്യത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ട് മാറ്റുമ്പോൾ നമുക്കറിയാം മാറ്റം വരുന്നത് വുഡ് യു ലൈക്ക് ടു ജോയിൻ അവർ ഡ്രാമ ക്ലബ്ബിൽ വുഡിന് മാറ്റമില്ല, വുഡ് തന്നെയായിട്ട് നിൽക്കും. അത് നമുക്കറിയാം അല്ലേ, വുഡ് തന്നെയാണ്. അപ്പോൾ വുഡിന് കുഴപ്പമില്ല, മാറ്റമില്ല. വുഡ് യു ലൈക്ക് ടു ജോയിൻ അല്ലെ, എന്നോടാണ് ചോദിച്ചത്. അപ്പോൾ എന്നോട് ചോദിച്ചെന്ന് പറയുമ്പോൾ യു മാറി മീ എന്ന് വരും അല്ലേ. യു എന്ന് അവൾ ചോദിച്ചതല്ലേ, അപ്പം എന്നോട് ചോദിക്കുന്നതെങ്കിൽ അത് മീ ആയി മാറും. അപ്പം മീ മാറ്റമുണ്ട് അവിടെ. പിന്നെ അവരുടെ ഡ്രാമ ക്ലബ്ബ് എന്നുള്ളത് എന്തായി? ദെയർ ആയി മാറും അല്ലേ, അതിന് മാറ്റമുണ്ട്. ആൻ ആസ്മി എന്നുള്ളതായതുകൊണ്ട് തന്നെ ആൻ ആസ്മി കഴിഞ്ഞിട്ട് ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് കണക്ടർ ആയിട്ട് വരുന്ന ഇഫ് അല്ലെങ്കിൽ വെദർ ആയിരിക്കും അല്ലേ. കണക്ടർ ആയിട്ട് വരുന്ന ഇഫ് വെദർ ഉപയോഗിക്കണം. അതാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം. ഒരു കാര്യം നമുക്കറിയാം, വുഡിന് മാറ്റമില്ല. വുഡ് യു ലൈക്ക് ടു എന്നോട് ചോദിച്ചുകൊണ്ട് തന്നെ എന്നോടാണ് ചോദിച്ചത്, ആസ്മി എന്ന് വരും അല്ലേ. ആസ്മി എന്ന് പറഞ്ഞിട്ട് വരും. കണക്ടർ ഇഫ് അല്ലെങ്കിൽ വെദർ ആയിരിക്കും. പിന്നെ അവർ ഡ്രാമ ഗ്രൂപ്പ് എന്ന് അവർ ചോദിച്ചത് ദെയർ ഡ്രാമ ഗ്രൂപ്പ്, അവരെന്നോട് ചോദിച്ചു, അവരുടെ ഡ്രാമ ഗ്രൂപ്പ് എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ആസ് ദാറ്റ് ഇല്ല അല്ലേ. നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റ് നമുക്ക് ഇപ്പോഴും നോട്ട് ചെയ്ത് പോകണം. എന്താ വെച്ചാൽ യെസ് ഓർ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇഫ് അല്ലെങ്കിൽ വെദർ മതി, പിന്നെ ദാറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ദാറ്റ് അവിടെ കട്ട് ചെയ്തു അല്ലേ. ഇവിടെ വെദറിൻ്റെ ഉണ്ട്, ഇഫ് ഉണ്ട്, അതുപോലെ തന്നെ വെദർ ഉണ്ട്. അതിൽ നമുക്ക് ഏതറിയണം? വെദർ കഴിഞ്ഞിട്ട് വെദർ യു ജോയിൻ എന്ന് വരില്ല അല്ലേ. വുഡ് അവിടെ ഇല്ല, അപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി വെദർ ഇവിടെ ഇഫുള്ള 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ആസ്ക് മീ ഇഫ് യു വുഡ് ലൈക്ക് ടു ജോയിൻ മൈ ഡ്രാമ ക്ലബ്. മൈ എന്ന് ഇവിടെ പറയുന്നേ ഇല്ല. മൈ വന്നുകൊണ്ടും അതുപോലെ ഇഫ് യു എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടും ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറിയിട്ടില്ല നമുക്ക് മനസ്സിലാവും. അപ്പോൾ അവിടെ മാർക്ക് അവിടെ നമുക്ക് തെറ്റാന്ന് പറയാം. സോ സി ആണ് ഇവിടെ ആകെപ്പാടെ കറക്റ്റ് ആൻസർ ഉള്ളത് അല്ലേ. ആൻ ആസ്ക് മീ, ആൻ എന്നോട് ചോദിച്ചു, ആനാ ചോദിച്ചത്, ആൻ ചോദിച്ചു. ഇഫ് ഐ വുഡ് അല്ലേ, യു വുഡ് ലൈക്ക് ടു എന്നുള്ള ഐ വുഡ് ലൈക്ക് ടു ജോയിൻ ദെയർ ഡ്രാമ ക്ലബ് അല്ലേ. അവർ ഡ്രാമ ഗ്രൂപ്പ് എന്നുള്ളത് എന്തായി? ദെയർ ഡ്രാമ ഗ്രൂപ്പായി. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ ഈസ് സി. മാറ്റം വന്നു കണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഡയറക്റ്റ് ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ ടെൻസിൽ മാറ്റമുണ്ട്. അതിപ്പോൾ മോഡൽ ഓക്സിൽ വരുമ്പോഴുള്ള ഒരു ക്വസ്റ്റൻ ആണെങ്കിൽ അത് നോക്കാം. ഇപ്പോൾ വില്ലാണെങ്കിൽ വുഡിലോട്ട് മാറിയാണ്, ക്യാനാണ് കുഡിലോട്ട് മാറിയാണ്. വുഡിനാകുമ്പോൾ മാറ്റമില്ല, നോ ചേഞ്ച് അല്ലേ. അത് ഓർത്താൽ വുഡിനൊന്നും നോ ചേഞ്ച് ആണ്, അത് കറക്റ്റായിട്ട് മനസ്സിലുണ്ടായിരിക്കണം. അടുത്ത ക്വസ്റ്റൻ നോക്കാം. ദേ ആർ ഡെലിവറിങ് ഇറ്റ് ദിസ് ആഫ്റ്റർനൂൺ. ഈ ദിസ് ആഫ്റ്റർനൂണിൽ അവരത് ഡെലിവറി ചെയ്യുകയാണ് എന്നാണ്. നമുക്കറിയാം ഇതിന്റെ പാസീവ് വോയിസ് ആണ് ഇവിടെ ചോദിച്ചേക്കുന്നത് അല്ലേ. സെന്റൻസ് ചോദിച്ചിരിക്കുന്ന പാസീവ് വോയിസാണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? പാസീവ് വോയിസ് ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താ? നോ ചേഞ്ച് അല്ലേ. നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് പാസീവ് വോയിസിനെ പറ്റി, അത് നമുക്ക് നോക്കാം. പാസീവ് വോയിസിൽ നമുക്കറിയാം നോ ചേഞ്ച്. എന്തിനൊക്കെയാണ് നോ ചേഞ്ച് ഉള്ളത്? ടെൻസിന് ചേഞ്ച് ഇല്ല, ടെൻസ് മാറാൻ പാടില്ല. അതുപോലെ തന്നെ സെന്റൻസ് ടൈപ്പ്, നമ്മൾ എപ്പോഴും പാസീവ് വോയിസ് പറയുന്ന സെന്റൻസ് ടൈപ്പ് മാറരുത്, അതുപോലെ തന്നെ ടെൻസ് മാറരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ മാറാൻ പാടില്ലാത്തത്? പിന്നെ മാറാൻ പാടില്ലാത്തതല്ല, B+V3 ഫോം ഉണ്ടായിരിക്കണം അല്ലെ. B+V3 ഫോം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സബ്ജക്റ്റ് ഒബ്ജക്റ്റായി മാറുന്നതോടൊപ്പം ഒബ്ജക്റ്റ് സബ്ജക്റ്റ് അവർ തമ്മിലൊന്ന് വെച്ച് മാറും. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ ദെയർ ഡെലിവറിങ്ങിൽ ദേ സബ്ജക്റ്റായി മാറി, സബ്ജക്റ്റ് ഒബ്ജക്റ്റായി മാറും, ദെം ആയി മാറും അല്ലേ, ദെം ആയി മാറും. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് എന്നുള്ളത് അല്ലേ, ഡെലിവറിങ് ഇറ്റ്, അതാണ് ഡെലിവർ ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് സബ്ജക്റ്റ് ഇറ്റ് തന്നെ ആയതുകൊണ്ട് ഇറ്റ് തന്നെ കൊടുത്താൽ മതി. അപ്പോൾ സബ്ജക്റ്റ് ആയിട്ട് വരുന്ന ഇറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കി ഏതൊക്കെ കട്ട് ചെയ്ത് കളയാൻ പറ്റുന്ന ഏതൊക്കെയാണ്? ദേ എന്നുള്ള സബ്ജക്റ്റ് ഉള്ളതും ദിസ് ആഫ്റ്റർനൂൺ എന്നുള്ള സബ്ജക്റ്റ് കട്ട് ചെയ്ത് കളയാം. പിന്നുള്ളത് ഇറ്റ് ഈസ് ബീങ് ഡെലിവേർഡ് ദിസ് ആഫ്റ്റർനൂൺ ഉണ്ട്, ഇറ്റ് ഈസ് ഡെലിവേർഡ് ബൈ ദം ദിസ് ആഫ്റ്റർനൂൺ ഉണ്ട്. ഇറ്റ് ഈസ് ഡെലിവേർഡ് ബൈ ദം വേണമെങ്കിൽ ബൈ ദം മതി കേട്ടോ, വേണ്ടെങ്കിൽ വേണ്ടാത്രേ ഉള്ളൂ. അപ്പോൾ ഇറ്റ് ഈസ് ബീങ് ഡെലിവേർഡ് വരുമ്പോൾ നമുക്കറിയാം ടെൻസ് മാറിയിട്ടുണ്ടോ നോക്കിയാൽ മതി. ടെൻസ് മാറ്റം ഉണ്ട് ഇവിടെ, ടെൻസ് മാറ്റം ഇല്ല. കാരണം എന്തുകൊണ്ടാ? ദേ ആർ ഡെലിവറിങ് എന്ന് പറയുന്നത് ആർ ഡെലിവറിങ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അല്ലേ, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആകുമ്പോൾ എന്ത് വരും? അതിലൂടെ ബി ഫോമുലേഷൻ ഉണ്ട്. ബി ഫോമുലേഷൻ ആയിട്ട് ഏത് വരും? ബീയിങ് അല്ലേ, ബീയിങ് വരും, വേണമല്ലോ. എന്നിട്ട് V3 ഫോം, ബീയിങ് ആയി മാറുന്നതല്ലേ, കണ്ടിന്യൂസ് ആയതുകൊണ്ട് ബീയിങ് ആയി മാറും. ഇറ്റ് ഈസ് ബീയിങ് ഡെലിവേർഡ്. അപ്പോൾ B+ING V3 നിർബന്ധമായിട്ട് കൊടുത്തേക്കുക. അപ്പോൾ ആൻസർ ഇസ് ഇറ്റ് ഈസ് ബീങ് ഡെലിവേർഡ് ദിസ് ആഫ്റ്റർനൂൺ. ആൻസർ ഇസ് സി, ഇറ്റ് ഈസ് ബീങ് ഡെലിവേർഡ് ദിസ് ആഫ്റ്റർനൂൺ. ഓർത്ത് വെച്ചോളാം. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പാസീവ് വോയിസ് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ ഒന്ന് റിപ്പറ്റീഷൻ ആണ്, ഒന്ന് ഓർത്തിരിക്കുക, ഓർമ്മ പുതുക്കിയാൽ മതി. അടുത്ത് നോക്കാം.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഒരു ഫ്രേസ് വേർബിലെ ചോദ്യം, വൊക്കാബുലറി പാർട്ടിലെ ചോദ്യമാണ്. ദ ബെഗർ വാസ് ഡാഷ് ബൈ എ കാർ, റൺ അപ്പ് ബൈ എ കാർ, റൺ അലോങ് ബൈ എ കാർ, റൺ ഔട്ട് ഓഫ് ബൈ എ കാർ, റൺ ഡൗൺ ബൈ എ കാർ. എന്താ നമുക്ക് നോക്കാം അല്ലേ, ഓരോത്തിൻ്റെയും മീനിങ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഈ പറയുന്ന കാർ ഇടിച്ചു എന്ന അർത്ഥം വരുന്നത് അല്ലേ, കാർ ഇടിക്കുക, കൊളൈഡ് ചെയ്യുക എന്ന അർത്ഥം വരുന്ന ഫ്രേസൽ വേർബായിരുന്നു, നമുക്കത് അറിഞ്ഞിരിക്കേണ്ട. ഇവിടെ അറിയേണ്ട കാര്യം റണ്ണപ്പ് ചെയ്യുക. റണ്ണപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം, റണ്ണപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ അക്യുമുലേറ്റ്, കൂട്ടി, നമ്മളിങ്ങനെ ഒരു കാര്യം കൂട്ടി വെക്കുക എന്ന് പറയില്ല, അക്യുമുലേറ്റ്, വെൽത്ത് ഒക്കെ കൂട്ടി വെക്കുക, അല്ലെങ്കിൽ നമ്മൾ ഈ ബ്ലാക്കിലൊക്കെ അരിയൊക്കെ വെക്കുക, അല്ലെങ്കിൽ നമ്മൾ റേഷൻ കടകളിലൊക്കെ ഈ പറയുന്ന പോലെ സാധനങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുക, അക്യുമുലേറ്റ് ചെയ്ത് വെക്കുക എന്ന് പറയാം, അതാണ് റണ്ണപ്പ് ചെയ്യുക എന്ന് പറയാം. റൺ ലോങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഗോ എവേ, എവിടേക്കെങ്കിലും ഓടിപ്പോവുക, അതാണ് റൺ ലോങ് കേട്ടോ. റൺ ലോങ് എന്ന് പറഞ്ഞാൽ ഗോ എവേ എന്ന അർത്ഥത്തിലാണ്, ഗോ എവേ, അത് ഓർത്ത് നോക്കുക, ഗോ എവേ. പിന്നെ റൺ ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊളൈഡ് ചെയ്യുക, സോറി, റൺ ഔട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ബി യൂസ്ഡ് അപ്പ്, ഉപയോഗിച്ച് തീർക്കുക, ബി യൂസ്ഡ് അപ്പ്. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മളത് ഉപയോഗിച്ച് തീർക്കുക, അതാണ് റൺ ഔട്ട് ഓഫ് എന്ന് പറയാം, തീർന്നു പോകുക എന്ന അർത്ഥത്തിലാണ്. ആൻഡ് ഫൈനലി റൺ ഡൗൺ എന്ന് പറഞ്ഞാലാണ് ആൻസർ നമ്മുടെ കറക്റ്റ്, കൊളൈഡ് ചെയ്യുക. റൺ ഡൗൺ എന്താ, കൊളൈഡ് ചെയ്യുക, കൂട്ടിമുട്ടുക, ഇടിക്കുക, ഇടിച്ചിടുക. ഓക്കെ, അപ്പോൾ കൊളൈഡ് ചെയ്യല്ലേ. ദ ബെഗർ വാസ് കൊളൈഡഡ് ബൈ എ കാർ, ഇടിക്കപ്പെട്ടു ബൈ എ കാർ, റൺ ഡൗൺ ബൈ എ കാർ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഇത് ചോദിച്ചിട്ടുണ്ട്, നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. റൺ ഡൗൺ എന്നുള്ള ചോദ്യവും അത് റൺ ഔട്ട് ഓഫും ചോദിച്ചിട്ടുണ്ട് പലതവണയായിട്ട്. റൺ അലോങ്ങും റണ്ണപ്പ് ഇതുവരെ വലിയ കാര്യമായിട്ട് വന്നിട്ട്, പക്ഷേ ഓപ്ഷൻസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കാം. ദീസ് ആർ ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, ഇത്രയും ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രേസൽ വേർബിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് ഇത്തവണ. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് എന്താ ഇഡിയംസ് ചോദിച്ചിട്ടുണ്ട്, ലീഗൽ ഫോറിൻ ഫ്രേസ് ചോദിച്ചിട്ടുണ്ട്, പിന്നെ ഗ്രാമർ പാർട്ടിലെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഇനി നമുക്ക് പഠിക്കാം ഡീറ്റെയിൽ ആയിട്ട്. അതുപോലെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അതുപോലെ നമ്മുടെ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. റെഗുലറായിട്ട് നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് സ്റ്റേ സേഫ്. ബൈ ബൈ.